ഹലോ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? അങ്ങനെ സ്റ്റാലിനി ജോസഫിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന പണിക്കാരുടെ അഴിമതി ദിവസങ്ങൾക്കുള്ളിൽ പൊളിയാൻ പോവാണ് കേട്ടോ. ഇത്രയും കാലം താൻ വിശ്വസിച്ച് ഏൽപ്പിച്ച പണിക്കാരായിരുന്നു നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാര്. അതെല്ലാം നമ്മുടെ അലീന ഇപ്പൊ അടുത്ത് തന്നെ പൊളിച്ചെടുക്കുന്ന മട്ടാണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും അവരെല്ലാവരും കൂടി പുറത്തേക്ക് പോവാണ് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട്. പൗലോസ് ചേട്ടനുണ്ട്, ആൻറ്റപ്പ ചേട്ടനുണ്ട്, ബൈജു ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അലീന അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എങ്ങോട്ടാണ് നിങ്ങൾ എല്ലാവരും കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് മാർക്കറ്റ് വരെ പോയി വരാം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അവര്. സാധനങ്ങൾ മേടിക്കാനാണോ? അപ്പൊ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടോ? എവിടെ ലിസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ലിസ്റ്റ് ഒക്കെ ഉണ്ട് കയ്യില്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ ടൈം ഇല്ല. അവിടെ നമ്മുടെ അതായത് കടക്കാരന്റെ ആരുടെ മാമോദിസ ഉണ്ട് എന്നൊക്കെ നമ്മുടെ പൗലോസ് ചേട്ടൻ വെറുതെ കള്ളം പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അലീനയ്ക്ക് അത് സംഭവം മനസ്സിലായിട്ടുണ്ട്. ആൻഡപ്പ ചേട്ടനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആര് മാമോദിസം, അവരുടെ മക്കളൊക്കെ അതിന് പുറത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ കണ്ണുകൊണ്ടൊക്കെ പൗലോസ് ചേട്ടൻ ഇങ്ങനെ ആക്ഷൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, വെറുതെ പറഞ്ഞതാണെന്നുള്ള രീതിയിൽ. എന്തായാലും അവരപ്പം തന്നെ സമയമില്ല എന്നുള്ള രീതിയിൽ വേഗം വണ്ടിയൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ചൊക്കെ എത്തിയതിന് ശേഷം പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അതായത് ആൻറ്റപ്പ ചേട്ടനാണ് കുറച്ച് ഡൗട്ട് അടിച്ചത്. അവൾ എന്തിനായിരിക്കും നമ്മോട് ലിസ്റ്റ് ചോദിച്ചത്? എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ എന്ന്. അത് വേറെ ഒന്നുമില്ല, അവൾക്കൊന്ന് ആളാവണം. അവളിപ്പോ ഏകദേശം അടുക്കള ഭരണമൊക്കെ ഒന്ന് പിടിച്ചടക്കിയിട്ടുണ്ടല്ലോ, അതുപോലെ എല്ലായിടത്തും അവൾക്ക് കൈ കടത്തണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാനില്ലെന്ന് നമ്മുടെ പൗലോസ് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ബൈജു പറയുന്നുണ്ട് എനിക്കും അത് തന്നെയാണ് തോന്നുന്നതെന്ന്. എന്തായാലും വരുന്നത് വരെ നമ്മുടെ അലീന അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, നമ്മുടെ പൗലോസ് ചേട്ടനെയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും. എന്തായാലും വന്നിട്ട് തന്നെ ബാക്കി കാര്യം നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാലിനി ജോസഫിനെ അഞ്ചലിലുള്ള ഒരു പള്ളിയിലച്ഛൻ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് സ്റ്റാലിനി ജോസഫിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കാര്യം, വല്ല പിരിവോ കാര്യങ്ങളോ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനൊന്നുമില്ല, എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം. ഒന്നുമില്ലെങ്കിലും സ്റ്റാലിനിയുടെ ഭാര്യയും മക്കളൊക്കെ ഈ ഇടവകയിലുള്ള ആൾക്കാരല്ലേ. എൽസമ്മയാണെങ്കിൽ ഭയങ്കര വിശ്വാസമുള്ള ആളും കൂടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്താണ് അച്ഛൻ പറഞ്ഞു വരുന്നുള്ള കാര്യം എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അച്ഛൻ എന്നാ കാണേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്നാണ് അങ്ങോട്ട് വരേണ്ടതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നും നാളെയും ഞാൻ എന്തായാലും ബിസിയാണ്, അതിനുശേഷമുള്ള ഏത് ദിവസം വേണമെങ്കിലും അച്ഛൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ പറയുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, അങ്ങനെ വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മിസ്റ്റർ സ്റ്റാലിനിക്കെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്, എന്നെ കൊല്ലാനൊന്നുമല്ലല്ലോ വരുന്നത്, സംസാരിക്കാനല്ലേ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇങ്ങോട്ട് പോരൂ എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തിലാണ് നമ്മുടെ പള്ളിയിലച്ഛൻ വിളിക്കുന്നത് കേട്ടോ. ഇനി എൽസമ്മയുടെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും. ചിലപ്പോൾ അലീന അവിടെ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കും, അവരെ പള്ളിയിൽ പോയിട്ട് വിവരം അറിയിച്ചിട്ടുണ്ടായിരിക്കും, അതിനെ ചൊല്ലി എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും നമ്മുടെ സ്റ്റാലിനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൗലോസ് ചേട്ടനും ആൻറ്റപ്പ ചേട്ടനും ബൈജു ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്, ഓരോന്നോരോന്നായിട്ട് അടുക്കളയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവര്. അങ്ങനെയാണ് നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പൗലോസ് ചേട്ടാ സാധനങ്ങളൊക്കെ വാങ്ങിയോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. വാങ്ങി, എല്ലാം വാങ്ങി. ലിസ്റ്റ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ബില്ലൊക്കെ അവൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ പോയിട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിയും സാധനങ്ങളും ചാക്കും എല്ലാം ഇറക്കുന്നുണ്ട്. ഇറക്കി കഴിഞ്ഞതിന് ശേഷം അവൾ ചോദിക്കുന്നുണ്ട് എല്ലാം ഇറക്കി കഴിഞ്ഞു എന്ന്. അന്നേരം ബൈജു പറയുന്നുണ്ട് അതെ, എല്ലാം ഇറക്കി കഴിഞ്ഞെന്ന്. അങ്ങനെ ഓരോ സാധനങ്ങളും അവളിങ്ങനെ എടുത്തു നോക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എത്ര കിലോ, അത് എത്ര കിലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ചോദിക്കുമ്പോൾ അവർ ഓരോ കിലോ കണക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിയാണോ ഇല്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും അവർ തട്ടി വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിൻ്റെ ബില്ല് ചോദിക്കുന്നുണ്ട്. ബില്ലൊന്നുമില്ല, കാരണം അവിടെ പറ്റു വാങ്ങുന്നതാണ്, എല്ലാ മാസവുമാണ് പൈസ കൊടുക്കാറെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എഴുതി വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അത് വേണമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനിവിടെ ഒരു അക്കൗണ്ട് ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പൗലോസ് ചേട്ടൻ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഇന്നത്തെ ബില്ല് എഴുതിയിട്ടില്ലല്ലോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇന്നത്തെ ബില്ല് എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്നലെയും സാധനങ്ങൾ വാങ്ങിയിരുന്നു, അതിൻ്റെ ബില്ലും ഇതിൽ എഴുതിയിട്ടില്ലല്ലോ, മറന്നുപോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നെന്തേ അക്കൗണ്ട് ബുക്ക് കൊണ്ടുപോകാഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. അതും മറന്നുപോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതിലേക്ക് എഴുതിയെടുക്കൂലേ? അതൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എഴുതിയെടുക്കും, അതുകൊണ്ട് എനിക്ക് മറക്കില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ഇത്ര ഓർമ്മശക്തിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അക്കൗണ്ട് ബുക്ക് എടുക്കാൻ മറന്നുപോയി? ഇന്നലെയും മറന്നുപോയല്ലോ, അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീനയുടെ ചോദ്യത്തിന് മുന്നിൽ പൗലോസ് മാത്രമല്ല എല്ലാവരും പതറി നിൽക്കുന്നുണ്ട്. ആരും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും നമ്മുടെ വലിയപ്പച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ അലീന ഈ കാര്യം പറയുന്നുണ്ട് വലിയപ്പച്ചൻ്റെ അടുത്ത്. അങ്ങനെ അരി 30 കിലോ എന്നായിരുന്നു പൗലോസ് പറഞ്ഞിരുന്നത്. ഓരോന്നിനും അതിൻ്റെതായ കിലോനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് സത്യമാണോ ഇല്ല എന്നുള്ളത് അലീനയ്ക്ക് അത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. അതുകൊണ്ട് തന്നെ വലിയപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, വലിയപ്പച്ച ഈ അരി എത്ര കിലോ കാണുമെന്ന്. അപ്പം 30 കിലോ എന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്, പൗലോസ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ വലിയപ്പച്ചൻ പറഞ്ഞു ഇത് 20 കിലോനെ കാണത്തുള്ളൂ എന്ന്.
അപ്പം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് ബാക്കി 10 കിലോന് എവിടെ പോയിന്ന് പൗലോസിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് 20 കിലോ തന്നെ വാങ്ങിയിട്ടുള്ളൂ എന്ന് അന്നേരം പൗലോസ് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ 10 കിലോന് അരി വാങ്ങിച്ചിരുന്നു, അതും കൂടി കൂട്ടി പറഞ്ഞതാണെന്ന് വെറുതെ നമ്മുടെ പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ 10 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോഴേക്ക് ഇന്ന് 20 കിലോ അരി വാങ്ങിച്ചു. അപ്പൊ ഇന്നലത്തെ 10 കിലോ അരി ആരാ ഇവിടെ തിന്നു തീർത്തത്? എന്റെ പപ്പയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ ഇവിടുത്തെ ഭീമസേനൻ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലത്തെ 10 കിലോ അരി ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് ബാക്കിയുണ്ട്, ഇന്ന് അവിടെ പോയപ്പോ ഫ്രഷ് അരി കണ്ടപ്പോ മേടിച്ചു എന്നുള്ളൂ എന്ന് പൗലോസ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വാങ്ങിച്ച 10 കിലോ അരി അവിടെ, അതെനിക്കൊന്ന് കാണണല്ലോ എന്ന് പറയുന്നുണ്ട്. കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അലീന. അങ്ങനെ സ്റ്റോർ റൂമിൽ പോയിട്ട് നമ്മുടെ പൗലോസ് ചേട്ടൻ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് നോക്കുമ്പോൾ ഇത് 2 കിലോ പോലും കാണത്തില്ലല്ലോ, ബാക്കി അരി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അരി ഉണ്ടായിരുന്നോ, പക്ഷെ അതെനിക്കറിയില്ല, ഇവിടെ എന്താ കള്ളം വന്നോ, അരിക്കൊമ്പനായിരിക്കും എന്നൊക്കെ അലീനെ കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. വല്യപ്പച്ചനാണെങ്കിൽ പറയുന്നുണ്ട് ഇത്രയും വലിയൊരു വീട്ടിൽ അരിക്ക് മാത്രം കള്ളന്മാർ വന്നിട്ടുണ്ടോ പൗലോസേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കള്ളന്മാർ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാലിനി ജോസഫിനെ അറിയിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ട് പപ്പയോട് ഈ മോഷണം പറഞ്ഞില്ല എന്നും അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വൈകുന്നേരം പറയാനിരിക്കുകയായിരുന്നു എന്ന് പൗലോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം വീണെടുത്ത് കിടന്ന് ഉരുളുടെ ആവശ്യമില്ല പൗലോസ് ചേട്ടാന്ന് അവൾ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവളുടെ ചോദ്യത്തിന് മുമ്പിൽ എല്ലാവരും അടിപതറുന്നുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ അയാൾ പറഞ്ഞത് സത്യമല്ല, അത്ര കിലോ കണക്കിനൊന്നും സാധനങ്ങൾ വാങ്ങിച്ചിട്ടില്ല, എന്തോ ഒരു കള്ളത്തരം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ട് വാങ്ങിച്ച സാധനങ്ങളെല്ലാം ജീപ്പേക്ക് കയറ്റു, അവിടെ പോയിട്ട് ഇതെല്ലാം തൂക്കണം, കടക്കാരൻ നമ്മളെ പറ്റിച്ചൊന്നും അറിയണല്ലോ എന്ന്. അങ്ങനെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ജീപ്പിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷെ പൗലോസ് ചേട്ടനാണെങ്കിൽ ഒരു ടെൻഷൻ പോലെ. അന്നേരം നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ, പൗലോസ് ചേട്ടാ എന്താ ഒരു ടെൻഷൻ, എന്താ മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെന്ന്? ഇല്ല എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാ പിന്നെ നോക്കി നിൽക്കാതെ വണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റിട്ടോ എന്ന് വലിയപ്പച്ചനും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും അവർ 3 പേരും വീണ്ടും വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു കയറ്റുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അലീന ഒരു വട്ടം കൂടി അവർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുൻപ് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആർക്കും ഒന്നും പറയാനില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയപ്പച്ചനെയും അവൾ ക്ഷണിക്കുന്നുണ്ട്. അന്നേരം വലിയപ്പച്ചൻ പറയുന്നുണ്ട് ഞാനും നിന്റെ കൂടെ വരാം, ഇവരെ കൂടെ നിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന്. അങ്ങനെ വലിയപ്പച്ചനും അവരുടെ കൂടെ പോകുന്നുണ്ട്. ആനപ്പച്ചേട്ടൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കയറി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് അലീന പറയുന്നുണ്ട് ആ ഗേറ്റ് കടക്കുന്നതിന് മുൻപ് ആർക്കെങ്കിലും എന്തെങ്കിലും സത്യം പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം, ഗേറ്റ് കടന്നതിന് ശേഷം പിന്നെ ചോദ്യം പറച്ചിലൊന്നും ഇല്ല പറയുന്നുണ്ട് കേട്ടോ. വെറുതെ എന്തിനാ നാണം കിടുന്നത് പൗലോസ് ചേട്ടാന്നും കൂടി അവൾ പറയുന്നുണ്ട്. ആർക്കും ഒന്നും പറയാനില്ലാത്ത മട്ടിലാണ് ഇരിക്കുന്നത്. വലിയപ്പച്ചനാണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഒരു ചോദ്യം പറച്ചിലൊന്നും ഇല്ല, ഇനി എല്ലാം കടയിൽ പോയിട്ട് ബാക്കി കാര്യം വലിയപ്പച്ചൻ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അലീന ഒരു ചാൻസ് കൂടി കൊടുത്ത സ്ഥിതിക്ക് ഇനി മേ ബി പൗലോസ് ചേട്ടൻ പറയുമല്ലേ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇത്രയും കാലം വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലിക്കാരെ ഭയങ്കര അഴിമതിക്കാരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അലീന ഓരോന്ന് ദിനം പ്രതി പൊക്കിയെടുക്കുന്നുണ്ട്. തന്റെ പപ്പയുടെ കാശ് കൊണ്ട് കള്ളത്തരം ചെയ്തിട്ട് ആരും ഇവിടെ സുഖിച്ച് ജീവിക്കേണ്ട കാര്യമില്ലെന്ന് അവൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ ഒന്നും വെറുതെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. വെറുതെ അവര് എന്തൊക്കെയോ കള്ളത്തരം ചെയ്യുന്നുണ്ട്. കടയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടേക്കോ പോയിട്ട് ബാക്കി വരുന്ന പൈസയൊക്കെ കൊണ്ട് അവരെന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. അവരുടെ പേഴ്സണൽ ആവശ്യത്തിനായിരിക്കാം. പക്ഷെ ഇങ്ങനെ ഒരാളെ പറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെല്ലാം കയ്യോടെ പൊക്കിയിട്ട് ഇവിടെ നിന്ന് പിഴുതെറിയാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. കടപ്പാട്ടൂരിൽ നിന്ന് അലീനയൊന്നും അല്ല കേട്ടോ ഇപ്പൊ ഇവിടെ കുളത്തുപുഴയിലുള്ളത്. അവൾ ഭയങ്കര സ്മാർട്ടാണ്. അവൾ ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുക തന്നെ ചെയ്യും. എന്തായാലും എല്ലാ കള്ളത്തരങ്ങളും ഇപ്പൊ അടുത്ത് തന്നെ പൊളിച്ചടുക്കി നമ്മുടെ കയ്യിൽ അവൾ വെച്ച് തരും. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. അതായത് നമ്മുടെ ജോലിക്കാരെ എല്ലാവരും മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളായിരിക്കും അവൾ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.